ഹലോ ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ആഫ്റ്റർനൂൺ. അതെ, ഇന്ന് സൺഡേ ചർച്ചിലൊക്കെ പോയി. ചർച്ചിൽ നിന്ന് കഞ്ഞികുടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ കാറയിൽ കഞ്ഞിക്കുഴിയിൽ നമ്മുടെ ജിമാർട്ടിൻ്റെ ഓപ്പോസിറ്റ് സ്കാൻഡിയുടെ ഷോപ്പിലെത്തി. കണ്ടോ, നിങ്ങൾ ഈ കടയെപ്പറ്റി കണ്ടായിരുന്നോ? ഇത് കഞ്ഞിക്കുഴിയിൽ ജിമാർട്ടിൻ്റെ പഴയ ജിമാർട്ട് സൂപ്പർ മാർക്കറ്റിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് കേട്ടോ. പിന്നെ മെയിൻ ബ്രാഞ്ച് ഓഫീസ് എറണാകുളത്താണ്. പിന്നെ തൃശ്ശൂരും കേരളത്തിൻ്റെ പല ഭാഗത്തുണ്ട്. ഇത് നമ്മളുടെ കോട്ടയത്തെ ഫ്രാഞ്ചൈസിയാണ്. സ്കാൻഡി, അതായത് നമ്മളുടെ പണ്ടത്തെ ഐസ്റ്റിക്കില്ലേ, പണ്ട് കാലങ്ങളിൽ ഒരു 50 വർഷം മുമ്പത്തെ കാലഘട്ടങ്ങളൊക്കെയാണ് പറയുന്നത്. ഒറിജിനൽ നമ്മളുടെ ഈ സൈക്കിളിൽ കണ്ടോ, ചേട്ടന്മാർ ഇങ്ങനെ വീടിൻ്റെ ഭാഗത്തൊക്കെ കൊണ്ടുവന്ന് മണിയടിച്ച് തരുമല്ലേ പണ്ടത്തെ. ഒരു 50 വർഷം മുമ്പുള്ളവർക്ക് അതിൻ്റെ കറക്റ്റ് കാര്യങ്ങളും ടേസ്റ്റും അറിയാം. അപ്പോൾ എനിക്കത് കറക്റ്റ് പറയാൻ പറ്റും, എൻ്റെ പ്രായത്തിലുള്ള ആ കാലഘട്ടത്തിൽ. അപ്പോൾ അതാ ഈ ഷോപ്പിൽ ഞാനും ആരണം കൂടെ വന്നു. കുറച്ച് ദിവസം ആരൻ പറയുന്നു, ഇത് പലരും ഇതിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ കണ്ടിട്ട് എനിക്ക് പോകണമെന്ന്. ഇപ്പോൾ ഇന്ന് ഞങ്ങളൊന്ന് ഉച്ചയ്ക്ക് കയറിയതാണ്. പഴയ ആ ഓർമ്മകളുടെ കണ്ടോ, ആ പിക്ചേഴ്സൊക്കെ പഴയ ഓർമ്മയിലേക്ക്, മധുരിക്കുന്ന ഓർമ്മയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ആരനൊക്കെ പഴയ ഫിലിമൊക്കെ ഇങ്ങനെ പണ്ട് കാലത്തെ എപ്പോഴോ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇതിനെപ്പറ്റി അറിയാം കേട്ടോ, ഐസ്റ്റിക്കൊക്കെ. പിന്നെ ഞങ്ങൾ പറഞ്ഞൊക്കെ അറിയാം. അപ്പോൾ ഇന്ന് കയറി. അപ്പോൾ 2 ടൈപ്പാണ് ഉള്ളത്, ക്രീം ബേസ്ഡും വാട്ടർ ബേസ്ഡും. അപ്പോൾ വാട്ടർ ബേസ്ഡാണ് ശരിക്കും പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ പണ്ട് കാലത്തെ ഐസ്റ്റിക്ക്. പക്ഷേ ക്രീം ബേസ്ഡ് ഈ ന്യൂ നമ്മളുടെ ഇപ്പോഴത്തെ ആ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ആ ഫ്ലേവറും ആ പാറ്റേണും. പക്ഷേ ഐസ്റ്റിക്കിൻ്റെ ആ ഒരു പഴയ പാറ്റേണിൽ ആണ് ഈ വാട്ടർ ബേസ്ഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അത് 3 രൂപ മുതൽ എനിക്ക് തോന്നുന്നു 25 രൂപ വരെയുള്ളതുണ്ട്. ക്രീം ബേസ്ഡ് ആണെങ്കിൽ ഒരു 45 രൂപ വരെ തൊട്ടുണ്ട്. 15 രൂപ മുതൽ 45 രൂപ വരെ ഉള്ളതുണ്ട്. അപ്പോൾ ഈ ക്രീം ബേസ്ഡ് എന്ന് പറയുമ്പോൾ ഇച്ചിരി കൂടെ സ്റ്റാൻഡേർഡായിട്ട് എന്ന് വെച്ചാൽ ഒരു ക്രീമി ആ ഒരു ടേസ്റ്റും എല്ലാം വരുന്നത്, അതൊക്കെ. പിന്നെ അതിൻ്റെ 4 ഫ്ലേവർ ഞങ്ങൾ ടേസ്റ്റ് ചെയ്തു. പിന്നെ വാട്ടർ ബേസ്ഡ് 4 ഫ്ലേവർ വാങ്ങിച്ചു. അത് നമ്മളുടെ പണ്ടത്തെ ഐസ്റ്റിക്ക് വെള്ളത്തിനകത്ത്, വെറുതെ വെള്ളത്തിനകത്ത്. അത് ഭയങ്കര റിസ്ക് ആയിരുന്നെങ്കിലും നമുക്കൊക്കെ അത് ഭയങ്കര ടേസ്റ്റായിരുന്നു. അത് അന്നത്തെ കാലത്തെ രാജാവ് അതൊക്കെ. ഒരു വെള്ള കളറ്, ചുമല കളറ്, പിന്നെ സേമിയയുടെ കളറ്, മഞ്ഞ കളറൊക്കെ ആയിരുന്നു ഐസ്റ്റിക്ക് പണ്ട്. അതൊരു ഭയങ്കര ടേസ്റ്റായിരുന്നു 1 രൂപയ്ക്ക് കിട്ടുന്നത്. അത് പക്ഷേ ഇതുമായിട്ട് താരതമ്യം ചെയ്ത ഇത് ഒറിജിനൽ അതിൻ്റെ ഫ്ലേവർ തന്നെയാണ്. അതായത് പാഷൻ ഫ്രൂട്ട്, മാംഗോ, ഓറഞ്ച്, ഗ്രേപ്സ്, ഇതിൻ്റെ എല്ലാം ഒറിജിനലായിട്ടുള്ള ഫ്ലേവർ. അതായത് ഒരു കലർപ്പില്ലാതെ കറക്റ്റ് ആ കണ്ടൻറ്റ് ഫുള്ള്, ആ ഫ്ലേവർ ഫുള്ള് കിട്ടും. പക്ഷെ പണ്ടെന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ഇങ്ങനെ അതിൻ്റെ എന്താ പറയുന്നത്, ആ ഒരു ചെറിയ ഫ്ലേവറിൽ ആ കലർത്തി എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അത് ഭയങ്കരം തന്നെയായിരുന്നു അന്ന് കാലത്ത്. നമുക്കൊക്കെ അത് ഭയങ്കര രാജാവായിരുന്നു അല്ലേ. ഇപ്പോൾ അതിന് കൂടുതൽ നല്ല ക്വാളിറ്റിയിൽ, സ്റ്റാൻഡേർഡിൽ, ആ ഒരു ഓർമ്മയിൽ, നമ്മുടെ ആ മധുരിക്കുന്ന ഓർമ്മയിൽ പണ്ട് കാലങ്ങളിലേക്ക് ഒരു തിരിച്ചുപോക്ക് നമുക്ക് തന്നുകൊണ്ട് നമ്മുടെ സ്കാൻഡി ഇതാണ്ട വാട്ടർ ബേസ്ഡ്. ഇത് പാഷൻ ഫ്രൂട്ടിൻ്റെയാണ്. ആ കറക്റ്റ് ആ ഫുൾ അതിൻ്റെ ആ ഇത് കിട്ടും കേട്ടോ. പക്ഷേ ഞാൻ പറയുന്നത്, എനിക്കത് ആ പഴയ കാലത്തെ ടേസ്റ്റ് കിട്ടുന്നില്ല എന്നായിരുന്നു പറയുന്നത്. എനിക്ക് ആ 1 രൂപയുടെ ഐസ്റ്റിക്കിൻ്റെ കണ്ടോ എനിക്ക് കിട്ടുന്നില്ല. പണ്ട് പാഷൻ ഫ്രൂട്ടിൻ്റെ ഒന്നും ഇല്ലായിരുന്നു, പക്ഷേ എനിക്ക് പണ്ടത്തെ ആ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കത് കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. ഈ നിൽക്കുന്ന പയ്യൻ എൻ്റെ മൂത്ത മകൻ്റെ പ്രായം 24 വയസ്സ്. ഞാൻ പറഞ്ഞു, മോനെ ചുമ്മാ ഇരി. അവൻ പറയുക അത് പണ്ടത്തെ ഐസ്റ്റിക്കിൻ്റെ പോലെ ആൻറ്റീന്ന്. ഞാൻ പറഞ്ഞു, മോനെ എനിക്ക് എന്നാ പ്രായമായി? 24 വയസ്സ്. ഞാൻ പറഞ്ഞു, എൻ്റെ മൂത്ത മോൻ്റെ പ്രായമുള്ളൂ, നീ ചുമ്മാ ഇരി, എനിക്ക് 51 വയസ്സുണ്ട്. ഞാൻ അന്നത്തെ 50 വയസ്സ് മുമ്പിലത്തെ കാര്യമാണ് പറയുന്നത്. മോനെ സൂപ്പറാടാ, അതൊക്കെയായിരുന്നു കഴിക്കേണ്ടതെന്ന് പറഞ്ഞു. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കറക്റ്റ് സാധനം. പക്ഷെ അന്ന് ഈ വെള്ളത്തിൽ കലക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ഫീലാണ്, നമ്മളുടെ നൊസ്റ്റു. പക്ഷെ ആ ഒരു നൊസ്റ്റാൾജിയ നമ്മൾക്ക് ഇത് കഴിക്കുമ്പോൾ ഫീൽ ചെയ്യുമെന്ന് പറഞ്ഞാലും ആ ടേസ്റ്റ് അങ്ങോട്ട് നമുക്ക് ഈ ഫ്ലേവർ വായിലോട്ട് വെക്കുമ്പം പക്ഷെ ആ ടേസ്റ്റ് നമുക്ക് വായിൽ വരികയും ഓർമ്മ വരികയും നല്ലൊരു കുളിർമയും ഫീലും നമുക്ക് ഭയങ്കര സന്തോഷം. ഞാനൊരു 50 വർഷം മുമ്പിലേക്ക് പോയി കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ വരണം, നിങ്ങളിതെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കണം. നമ്മൾക്ക് ആ പഴയ ഓർമ്മയിലേക്കൊന്ന് പോകാൻ പറ്റും. നമുക്ക് പണ്ടത്തെ കാലം ഒരു 50 വർഷം മുമ്പുള്ള നമ്മുടെ ആ കുഞ്ഞു ജീവിതമൊക്കെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ആസ്വദിച്ചെടുക്കാം. പിന്നെ ഞാൻ അവിടെ ഇരുന്നൊരു പാട്ടൊക്കെ പാടിയ ഐസ്ക്രീം ടേസ്റ്റ് ചെയ്തിട്ട് കേട്ടോ. കാരണം നല്ല ഒരു ഫീലായിരുന്നു എൻ്റെ ആ ഒരു കുട്ടിക്കാലത്തെ. പക്ഷേ എനിക്ക് പണ്ടെന്ന് പറഞ്ഞാൽ 1 രൂപയുടെ ഐസ് സ്റ്റിക്ക് പോലും വീട്ടുകാർ വാങ്ങിച്ചു തരത്തില്ല. നമ്മളിങ്ങനെ ഐസ് സ്റ്റിക്കിൻ്റെ വണ്ടി സൈക്കിൾ വരുമ്പോൾ ആ ചേട്ടൻ്റെ അടുത്ത് പോയിന്ന് വർത്തമാനം പറയാൻ, വെള്ളം ഇറക്കാമെന്നല്ല ഒരു പരിപാടി നടക്കത്തില്ല. പക്ഷേ വർഷത്തിലൊരിക്കൽ പള്ളിപ്പെരുന്നാളിന് പെരുന്നാപ്പടി വല്യപ്പനും ഒക്കെ തരുന്നത് നമ്മൾ അടുക്കി പിടിച്ച് കയ്യിൽ കർച്ചീഫിനകത്ത് സൂക്ഷിച്ച് ആ നാണയമൊന്നും കയ്യിൽ നിന്ന് പോകാതെ നമ്മൾ പള്ളിയിലെ കുർബാന, പെരുന്നാൾ കുർബാന തീരാൻ നോക്കിയിരിക്കുക. അതിനു മുമ്പെങ്ങാനും ഇറങ്ങിപ്പോയാൽ വീട്ടിൽ വരുമ്പോൾ പൊട്ടിക്കും പുളിവാറിന്. അപ്പം നമ്മൾ അതെല്ലാം കഴിഞ്ഞ് അമ്മയുടെ കൈയും പിടിച്ച് ചിന്തിക്കടയും വഴി നിരങ്ങി നമ്മൾ ഐസ് സ്റ്റിക്കുകാരൻ്റെ അവിടെയും പാഞ്ഞ് അമ്മേനെയും വലിച്ചുകൊണ്ട് അനീത്തിമാരെയും കൂട്ടിപ്പോയി ഐസ് സ്റ്റിക്ക് വാങ്ങിച്ച് വർഷത്തിലൊരു ഐസ് സ്റ്റിക്ക് തീറ്റേ ഉള്ളൂ. അതൊക്കെ പണ്ട് കാലത്ത് നടക്കുകയുള്ളൂ. ആ കാലഘട്ടമൊക്കെ ഓർമ്മ വന്ന് എൻ്റെ കണ്ണൊക്കെ ചെറുതായിട്ട് നിറഞ്ഞു. എനിക്ക് ഭയങ്കര ഒരു ഫീലാണ്. ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തു കേട്ടോ എൻ്റെ ആരണമായിട്ട്. ആ മോനോട് 24 വയസ്സുള്ള ആ സ്റ്റാഫിനോട് ഞാൻ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഞാൻ അവിടെ ഇരുന്നൊരു നല്ല പാട്ടൊക്കെ പാടി. ഭയങ്കര ഒരു രസമായിരുന്നു കേട്ടോ. ഞാൻ ഒത്തിരി വർഷം മുമ്പോട്ട് പോയി. എനിക്ക് ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു. ഇനി എനിക്ക് എൻ്റെ അപ്പനെയും അമ്മേനെയും അനീത്തിമാരെയും വിളിച്ചുകൊണ്ടൊന്ന് വെക്കേഷൻ ആകുമ്പോൾ വരണമെന്ന് ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെയും കൂട്ടിക്കൊണ്ട് വരണം. അനീത്തിമാരുടെ കുഞ്ഞുങ്ങളെ എല്ലാം ഒന്ന് കൊണ്ടുവന്ന് അവരെല്ലാം ഈ കഥ, ഞാൻ ഏറ്റവും മൂത്ത പേരമ്മച്ചി പഴയ കാര്യങ്ങളൊക്കെ അവരെ പറഞ്ഞു കൊടുത്ത് അവർക്കെല്ലാം ഐസ് സ്റ്റിക്കും വാങ്ങിച്ചു കൊടുത്ത് അവരുമായിട്ടൊന്ന് കഴിക്കുന്ന ഒരു വീഡിയോ ദൈവം സഹായിച്ചാൽ എടുക്കണം. എനിക്ക് ഒത്തിരി സന്തോഷമായി കേട്ടോ. എനിക്ക് വീഡിയോ ആ പയ്യനെ കൊണ്ട് ഞാനൊന്ന് എടുപ്പിച്ചു. കാരണം എന്നാന്ന് വെച്ചാൽ എനിക്ക് ഫ്രീ ആയിട്ടിരുന്നൊന്ന് സംസാരിക്കാൻ വേണ്ടി കണ്ടോ. ഭയങ്കര ഹാപ്പിയായി ഞാൻ, ഭയങ്കര ഹാപ്പി. ആരൺ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. ആരണിന് ഞാൻ എപ്പോഴും പഴയ കാര്യങ്ങൾ പറഞ്ഞറിയാം. പക്ഷേ ഇത്രയും എനിക്കങ്ങ് ഹാപ്പി ആവുമെന്ന് ആരൺ പോലും വിചാരിച്ചില്ല കേട്ടോ. ഇതുപോലെ എനിക്ക് സന്തോഷമായി. എനിക്ക് ഈ പണ്ടത്തെ കാര്യങ്ങൾ ഭയങ്കര നൊസ്റ്റുവാണ്. എൻ്റെ കണ്ണ് നിറയും. കാരണം ഞങ്ങളുടെ കാലഘട്ടമായിരുന്നു ഏറ്റവും ഈ ഭൂമി നല്ല കാലഘട്ടം. ഭയങ്കര രസമായിരുന്നു കേട്ടോ. അതൊക്കെ ആ കാലത്തൊക്കെ ജീവിക്കാൻ കിട്ടിയത് വലിയ ഭാഗ്യമാണ്. എനിക്ക് കേരളത്തിൽ ജനിക്കാൻ പറ്റിയതും കോട്ടയത്ത് താമസിക്കാൻ പറ്റിയതും പിന്നെ അതുപോലെ ആ കാലഘട്ടം 50 വർഷം മുമ്പുള്ള ആ കാലഘട്ടമൊക്കെ എനിക്ക് ഭയങ്കര ഫീലാണ്. എപ്പോഴും ഞാനിങ്ങനെ അയവിറക്കാറുണ്ട് കേട്ടോ. അത് ഭയങ്കര, എത്ര സ്വത്തും പണവും ഉണ്ടെങ്കിലും ആ ഒരു ഭയങ്കര സന്തോഷം കിട്ടത്തില്ല. ഉണ്ടോ എൻ്റെ ആ സന്തോഷം കണ്ടോ. ഞാൻ പാടുവാ. തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യവാൻ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാൻ. എനിക്ക് യേശുവിനെ പാടി സ്തുതിക്കാൻ കിട്ടുന്ന ഒരു സാഹചര്യവും ഞാൻ കളയത്തില്ല കേട്ടോ. അപ്പോൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.